ഡോക്കർ ഹബ്ബ്. ഓക്കെ, ഡോക്കർ ഹബ്ബ് ഇത് നമ്മുടെ ബ്രൗസറിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കണ്ടോ, ഇതാണ് ഡോക്കർ രജിസ്ട്രി എന്ന് പറയുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇമേജസ്, നേരത്തെ നമ്മൾ പറഞ്ഞ ഇമേജസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താഴോട്ട് വന്നു കഴിഞ്ഞാൽ കാണാം. കണ്ടോ, എൻജിനിക്സിൻ്റെ ഇമേജ്, MySQL, മോങ്കോ, ഗ്രഫാന, അങ്ങനെ ഒരുപാട് ഇമേജസ് ഇവിടെ അവൈലബിൾ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, നമ്മളെ പോലെ എന്താ പറയുക, ഒഫീഷ്യൽ കമ്മ്യൂണിറ്റികളും ഡെവലപ്പേഴ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യും അല്ലേ? ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഡോക്കർ ഫയലിൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ്, ഡോക്കർ ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഇമേജ് ഞാൻ എപ്പോഴാണോ റൺ ചെയ്യുന്നത് ആ ടൈമിൽ അതെന്തായിരിക്കും? ഡോക്കർ കണ്ടെയ്നർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കേസ് ഡോക്കർ ഫയലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ സ്വന്തം അപ്ലിക്കേഷനും നമ്മളുടെ കാര്യങ്ങൾക്കും, അല്ലാണ്ട് നമ്മൾക്ക് ഒരുപാട് കസ്റ്റമൈസേഷനൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴാണ്. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ ഡോക്കർ ഹബ്ബ്, ഓക്കെ, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഓൾറെഡി ഒരുപാട് ഇമേജസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്തരം ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാണ്, അപ്പോൾ എൻജിനിക്സ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സൈൻ ഇൻ ചെയ്യാൻ പറ്റും. ഇവിടെ വ്യൂ കാറ്റലോഗ്, ഇവിടെ എക്സ്പ്ലോറിൽ പോയി കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ജസ്റ്റ് ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഉബുണ്ടുവിൻ്റെ ഇമേജസ് ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ഇത്രയും ഇമേജസ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എൻ്റെ സെർവറിലോട്ട് അല്ലാണ്ട് മെഷീൻസിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ ഞാൻ പറയാം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ എന്താണ്, ഒരു ലാപ്ടോപ്പാണ്. ഓക്കെ, ഇതെൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ എൻ്റെ വിൻഡോസ് ലാപ്ടോപ്പാണ് ഇത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്കർ ഹബ്ബിൽ നിന്നും, DH എന്ന് ഇടുന്നുണ്ട്, ഡോക്കർ ഹബ്ബിൽ നിന്നും ഞാനൊരു ഉബുണ്ടു ഇമേജ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇതിൽ ഡോക്കറൊക്കെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് എൻ്റെ സെർവറിൽ. ഓക്കെ, ഞാൻ ഉബുണ്ടുവിൻ്റെ ഇമേജ് ഞാൻ എന്ത് ചെയ്തു? ഫുള്ള് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വിൻഡോസിൻ്റെ അകത്ത് ഉബുണ്ടു കണ്ടെയ്നർ അവൈലബിൾ ആയിരിക്കും. എനിക്ക് അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ കഴിയും. എനിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ്, നമ്മുടെ വിർച്വൽ മെഷീൻ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞതാണ്, നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സെർച്ച് ചെയ്താൽ, ഇപ്പോൾ ഞാൻ പോസ്റ്റ്ഗ്രസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. പോസ്റ്റ്ഗ്രസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റ്ഗ്രസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇമേജസ് കിട്ടും. കണ്ടോ, ഒഫീഷ്യൽ ഇമേജസ് അവൈലബിൾ ആണ്. ഇനി ഞാൻ നമ്മുടെ ജെങ്കിൻസ് സെർച്ച് ചെയ്യാണ്. ജെങ്കിൻസ് കണ്ടോ, ജെങ്കിൻസ് എന്താണ്? ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. കണ്ടോ, ജെങ്കിൻസിൻ്റെയും കണ്ടോ ബൈ ജെങ്കിൻസ് മീൻസ് ജെങ്കിൻസിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിറ്റി, അല്ലാണ്ട് അവരുടെ ജെങ്കിൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. അതല്ലാതെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി ഒരുപാട് ജെങ്കിൻസിൻ്റെ ഒക്കെ കാണാം. ഓക്കെ, അത് ഇതെല്ലാം ബൈ ജെങ്കിൻസ് തന്നെയാണ്. അതെല്ലാം നമ്മളെ പോലത്തെ എന്താ പറയുക, ടെക്കുകൾ, അല്ലാണ്ട് ഡെവലപ്പേഴ്സ്, മറ്റു പല കമ്മ്യൂണിറ്റികളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇമേജസൊക്കെ ഇവിടെ എന്തുണ്ടായിരിക്കും? അവൈലബിൾ ആയിരിക്കും. ഇതെന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലാണ്ട് ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. ഈ ഹബ്ബിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഇമേജസ്, അല്ലാണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്കർ ഇമേജസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണ്? ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, നമ്മളുടെ ഇമേജസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്? ഈ ഡോക്കർ ഹബ്ബ് എന്ന് പറയുന്നത്. ഇതിൽ ഈ കാണുന്ന ഇമേജസ് എല്ലാം എന്താണ്? പബ്ലിക്കാണ്. ഓക്കെ, ഇതിൽ പ്രൈവറ്റായിട്ട് എന്തുണ്ട്? നമ്മൾക്ക് ഇമേജസ് കീപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നോർമൽ ഒരു ആപ്ലിക്കേഷനിൽ സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും അതുപോലെ ഒരു പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അക്കൗണ്ട് ഇതിൽ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമേജസ് പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് ഇതിൽ കീപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് കീപ്പ് ചെയ്യാം.
പ്രൈവറ്റായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജ് നിങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. പബ്ലിക്കായിട്ടാണ് നിങ്ങൾ അതിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ലാണ്ട് എനിക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇമേജ് ജസ്റ്റ് പുള്ള് ചെയ്യുന്നത് പോസിബിളാണ്. അപ്പോൾ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇൻഡസ്ട്രി ലെവലിൽ എല്ലാ കമ്പനിയിലും ഓർഗനൈസേഷനിലൊക്കെ എന്തുണ്ടായിരിക്കും, അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, നമ്മളുടെ ഡോക്കർ ഇപ്പോൾ ഓൾറെഡി ഇതിൽ എന്താണ് ഇൻസ്റ്റാൾ ആണ് അല്ലേ, അതുകൊണ്ടാണ് ഡോക്കറിൻ്റെ CLI കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എക്സ്പ്ലിസിറ്റി നമ്മളുടെ സെർവറും ഡോക്കർ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോക്കർ ഹബ്ബുമായിട്ട് ഇതിൻ്റെ ബാക്കെൻഡിൽ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ജസ്റ്റ് എൻജിനിക്സ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻജിനിക്സ് ഞാൻ സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻജിനിക്സ് സെർച്ച് ചെയ്തപ്പോൾ എൻജിനിക്സിൻ്റെ ഒഫീഷ്യൽ ഇമേജസ് നമുക്ക് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടോ, എൻജിനിക്സ് ഒഫീഷ്യൽ ബിൽഡ് ഓഫ് എൻജിനിക്സ്. ഇവിടെ വന്നാൽ ഒരുപാട് എന്താണ് ടാഗ്സ് കണ്ടോ, എൻജിനിക്സിൻ്റെ ഒരുപാട് വേർഷൻസ് അല്ലാണ്ട് അതിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാഗുകൾ ഇവിടെ കാണാം. 1.2, 7.3, മിനി സ്ലിം, ആൽപൈൻ, സ്ലിം. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണോ വേണ്ടത്, നമുക്ക് സ്പെസിഫിക് ഏതെങ്കിലും വേർഷന് വേണമെന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യാം. എല്ലാതും പോസിബിളാണ്. അപ്പോൾ അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഡോക്കർ CLIയിൽ ഞാനൊരു കമാൻഡ് യൂസ് ചെയ്യാണ്, ഡോക്കർ PS. ഓക്കെ, ഡോക്കർ PS ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ എന്താ വരുന്നത്, എററാണല്ലോ വരുന്നത്. അതായത് ഈ കമാൻഡ് എനിക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ്, പെർമിഷൻ ഡിനൈഡ് വൈൽ ട്രൈങ് ടു കണക്ട് ടു ദ ഡോക്കർ ഡീമൻ. കണ്ടോ, ഡോക്കർ ഡീമനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ യൂസറാണ് ഹുവാമൈ അടിച്ചു കഴിഞ്ഞാൽ ഉബുണ്ടു യൂസറിന് എന്ത് കഴിയുന്നില്ല, നമ്മുടെ ഡോക്കർ ഡീമനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പെർമിഷൻ കൊടുക്കാൻ സുഡോ യൂസർ മോഡ് -A G ഡോക്കർ, അതായത് ഡോക്കറിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പിലോട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കാണിച്ചു തരാം. നമ്മുടെ cat/etc അകത്ത് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, കണ്ടോ, ഡോക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഡോക്കറിൻ്റെ കൂടെ എന്തുണ്ട്, ഡോക്കറിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് സുഡോ നമ്മളുടെ ഈ ഉബുണ്ടു യൂസർ. ഓക്കെ, ഞാനിപ്പോൾ ഹുവാമൈ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോഗിൻ ആയിട്ടുള്ള ഉബുണ്ടു യൂസറിനാണ് എന്ത് പ്രിവിലേജ് ഇല്ലാത്തത്, അല്ലാതെ പെർമിഷൻ ഇല്ലാത്തത്, നമ്മുടെ ഡോക്കർ കമാൻഡുകൾ റൺ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ യൂസറിനെ ഡോക്കറിൻ്റെ ഗ്രൂപ്പിലോട്ട് ജസ്റ്റ് ആഡ് ചെയ്യാണ്. സുഡോ യൂസർ മോഡ് -A G ഡോക്കർ. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് കൊടുത്തു. നെക്സ്റ്റ് ഏതാണ് യൂസർ, ആ യൂസറിൻ്റെ പേര് ഞാൻ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ PS അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ ആ എറർ ഇവിടെ വരുന്നുണ്ട് അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രൂപ്പിലോട്ട് ഉബുണ്ടു എന്ന് പറയുന്ന യൂസറിനെ ഡോക്കർ എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു. പക്ഷേ ഈ ഡോക്കർ പറയുന്ന ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടില്ല, അതിനെ റീസ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് ഞാൻ സുഡോ ന്യൂ ഗ്രൂപ്പ് ഡോക്കർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്കർ PS ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ന്യൂ ഗ്രൂപ്പ്, ഞാൻ സുഡോ കൊടുത്തുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ. ന്യൂ ഗ്രൂപ്പ് GRP ഡോക്കർ PS അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഉബുണ്ടു എന്ന് പറയുന്ന യൂസറിന് എന്തുണ്ട്, നമ്മുടെ ഡോക്കർ എൻജിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ട്. ആ ഒരു ഡീമനുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യാനുള്ള പെർമിഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഡോക്കർ PS ഇതൊരു കമാൻഡാണ്. ഡോക്കർ CLIയിൽ ഇപ്പോൾ ഇവിടെ ഡോക്കർ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ നമുക്ക് കാണാം. കണ്ടോ, ഡോക്കറിലുള്ള കമാൻഡുകളെല്ലാം കാണാം. ഡോക്കർ റൺ ഉണ്ട്, ഡോക്കർ എക്സ് ഒക്കെ കണ്ടോ, ഡോക്കർ PS ലിസ്റ്റ് കണ്ടെയ്നേഴ്സ്. അതായത് എൻ്റെ ഈ ഒരു മെഷീനിൽ ഇപ്പോൾ ഏതെങ്കിലും കണ്ടെയ്നർ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, PS എന്ന് പറയുന്നത്, ഡോക്കർ PS എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ കമാൻഡും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം. കണ്ടോ, ലിസ്റ്റ് ഇമേജസ്. ഇപ്പോൾ ഞാൻ ഡോക്കർ ഇമേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതിൽ ഏതെങ്കിലും ഡോക്കർ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ വേറെയും ഒരുപാട് അതിൻ്റെ ടാഗുകൾ, ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്ത് ഡോക്കർ
PS അടിച്ച് കഴിഞ്ഞാൽ പാസ് ഓഫ് നോ എൻ്റെ കണ്ടെയ്നർ ഒന്നും റണ്ണിങ് അല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും ലിസ്റ്റ് ചെയ്ത് കാണിക്കാതെ. ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ കണ്ടെയ്നറിൻ്റെ ID ഇവിടെ കാണിക്കും, അതിൻ്റെ ഇമേജ് നെയിം ഇവിടെ കാണിക്കും, കമാൻഡ് ക്രിയേറ്റ് ചെയ്ത ടൈം, അതിൻ്റെ സ്റ്റാറ്റസ്, ഏത് പോർട്ടിലാണ്, അതിൻ്റെ കസ്റ്റം നെയിം എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഡോക്കർ ഇമേജസും കൂടി, ഡോക്കർ ഇമേജസ് എന്ന് പറയുന്ന ഒരു കമാൻഡ് കൂടി ഞാൻ റൺ ചെയ്തു. നമ്മുടെ സെർവറിൽ ഡോക്കർ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് അതും എനിക്കിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്കർ ഹബ്ബിൽ, ഡോക്കർ ഹബ്ബിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യണം, എൻജിനിക്സിൻ്റെ ഇമേജ് എനിക്ക് എൻ്റെ സെർവറിലോട്ട് വേണം. ഓക്കെ, നമുക്ക് എൻജിനിക്സ് നമ്മൾ നോർമലി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാറ്, sudo apt install എൻജിനിക്സ് എന്ന് ഇൻസ്റ്റാൾ ചെയ്യില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഡയറക്റ്റ് നമ്മളുടെ സെർവറിൽ ഇൻസ്റ്റാൾ ആവുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഡോക്കർ ഇമേജാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പുൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഡോക്കർ കണ്ടെയ്നറാണ്, എൻജിനിക്സിൻ്റെ കണ്ടെയ്നറാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻസ്റ്റാളേഷൻ നടക്കും, കുറച്ച് സൈസ് ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. ഈ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എന്താണ്, പോർട്ടബിൾ ആയിരിക്കും. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും മറ്റുള്ളിടത്തേക്കൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിങ്ങനെ സ്വിച്ച് ചെയ്ത് അല്ലാണ്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. ഓക്കെ, ആ ഒരു പോർട്ടബിലിറ്റി എന്താണ്, ഡോക്കറിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഡോക്കർ പുൾ എൻജിനിക്സ്, ഈ ഒരു കമാൻഡാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യണത്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സെർവറിൽ വന്നിട്ട് ഞാൻ അത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, പേസ്റ്റ് ചെയ്ത് ഞാനിവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, യൂസിങ് ഡിഫോൾട്ട് ടാഗ്, ഞാനിവിടെ ടാഗ് ഇതൊന്ന് ശ്രദ്ധിക്കണേ, ലേറ്റസ്റ്റ് കണ്ടോ പുള്ള് ചെയ്യുന്നുണ്ട്, ഒരു ലെയർ പുള്ള് ചെയ്തു കംപ്ലീറ്റ് ആയി, ഓരോ പുള്ളും കണ്ടോ ഒരുപാട് ലെയറുകൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് സ്റ്റാറ്റസ് കാണാം, ഡൗൺലോഡഡ് ന്യൂവർ ഇമേജ് ഫോർ എൻജിനിക്സ്, ഒരു കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് ലേറ്റസ്റ്റ്. ഓക്കെ, ഇതാണ് എന്ത്, ടാഗ് നെയിം. ഓക്കെ, അതായത് എൻജിനിക്സ് എന്ന് പറയുന്ന ഇമേജിൻ്റെ ടാഗാണ് എന്ത്, ഈ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ, യൂസിങ് ഡിഫോൾട്ട് ടാഗ് ലേറ്റസ്റ്റ്, ഞാനിവിടെ ഡോക്കർ പുൾ എൻജിനിക്സ്, അതായത് ഡോക്കർ ഞാൻ എന്ത് ചെയ്തു, ഡോക്കർ ഉപയോഗിച്ചിട്ട് ഞാൻ പുൾ ചെയ്തു എന്ത്, എൻജിനിക്സ് എവിടെ നിന്ന്, ഡോക്കർ ഹബിൽ നിന്ന്. ബട്ട് ഇവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ എൻജിനിക്സിൻ്റെ അവിടെ ഞാൻ അത് കാണിച്ചു തരാം. ഡോക്കർ ഞാൻ എന്ത് ചെയ്യണം, ഡോക്കർ പുൾ എൻജിനിക്സ് ഞാനൊരു കോളൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് വേർഷനാണ് ഞാൻ കൊടുക്കുന്നത്. കണ്ടോ ഇവിടെ ലേറ്റസ്റ്റ് ഉണ്ട്, 1.27 ഉണ്ട്, ഇവിടെ സ്ലിം ഉണ്ടാന്ന് നോക്കാം, ആൽപൈൻ ഉണ്ട്, കണ്ടോ ആൽപൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ എനിക്ക് ആൽപൈൻ എഡിഷനാണ് വേണ്ടത്, ഞാനിവിടെ ആൽപൈൻ കൊടുത്ത്, ടാഗ് നെയിം ഞാൻ എന്ത് കൊടുത്ത്, ആൽപൈൻ കൊടുത്ത്. അപ്പോൾ എനിക്കിവിടെ എന്താണ് പുള്ളായി വരുന്നത്, ഇവിടെ കാണാം ആൽപൈൻ പുള്ളിങ് ഫ്രം ലൈബ്രറി എൻജിനിക്സ്, കണ്ടോ ആൽപൈൻ വരുന്ന ആ ടാഗ് വരുന്ന വേർഷൻ ആയിരിക്കും എനിക്ക് വരിക, ഡൗൺലോഡഡ് ന്യൂവർ ഇമേജ് ഫോർ എൻജിനിക്സ് ആൽപൈൻ. ബട്ട് ഇവിടെ ഞാൻ ടാഗ് നെയിം കോളൻ ഇട്ടതിന് ശേഷം ടാഗ് നെയിം ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ബൈ ഡിഫോൾട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നമ്മുടെ സെർവറിലോട്ട് വരിക. അതിനിപ്പോൾ ഏതായാലും എൻജിനിക്സ് ആയാലും MySQL ആയാലും PostgreSQL ആയാലും ഞാൻ ഡോക്കർ ഹബിൽ നിന്നും ഞാൻ ഡോക്കർ പുള്ള് ആ ഒരു സർവീസ് നെയിം കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ബൈ ഡിഫോൾട്ട് എന്താ വരിക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും വരിക. നമുക്ക് അതിന് സ്പെസിഫിക് വേർഷനോ എന്തെങ്കിലും ടാഗ് നെയിം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പെസിഫിക് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ജസ്റ്റ് കോളൻ ഇട്ടതിന് ശേഷം പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു, ഞാൻ എൻജിനിക്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമേജും എൻജിനിക്സിൻ്റെ ആൽപൈൻ ടാഗ് വരുന്ന ഇമേജും ഞാൻ 2 ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, പുൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇമേജ് നമുക്ക് എവിടെ കാണാൻ പറ്റുക, ഡോക്കർ ഇമേജസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ കാണാം. കണ്ടോ റെപ്പോസിറ്ററി എൻജിനിക്സ് ആണ്, അതിൻ്റെ ടാഗ് കണ്ടോ, ഒരെണ്ണം എന്താണ് ആൽപൈൻ ആണ്, ഒരെണ്ണം ലേറ്റസ്റ്റ് ആണ്. ഈ ഇമേജിനൊക്കെ എന്തുണ്ട്, യുണീക്ക് ആയിട്ടുള്ള ID ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത്, ഇമേജ് ID. 2 ഇമേജാണുള്ളത്, 2ൻ്റെയും ടാഗ് നെയിം ഇവിടെ കാണാം, അതുപോലെ തന്നെ ഇമേജ് IDയും കാണാം. ക്രിയേറ്റഡ് 4 weeks ago, അതായത് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ഗിറ്റബ് റെപ്പോസിറ്ററിയിൽ 4 weeks ago എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷനോ ചേഞ്ചസോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ സൈസ് നോക്കണം, കണ്ടോ ആൽപൈനിൽ വരുന്നത് എത്രയാണ്, 52.5 MB, അതായത് വെറും 50 MB ഉള്ളൂ എന്ത്, നമ്മുടെ എൻജിനിക്സ് വെബ് സെർവറിൻ്റെ സൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാലോ ലേറ്റസ്റ്റ് വരുമ്പോൾ കുറച്ചും കൂടി എന്താണ്
കുറച്ചും കൂടി MB സൈസിൽ തന്നെയാണ്, ബട്ട് 192 ആണ്. അപ്പോൾ ആൽപൈൻ ഞാൻ ഇനിയിപ്പോൾ സ്ലിം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ലിം ഉണ്ടായിരിക്കണം ആൽപൈൻ, അതായത് നമ്മൾ സ്ലിമ്മൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി അതിൻ്റെ സൈസ് കുറവായിരിക്കും, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും നമുക്ക് വരിക. ഇപ്പോൾ ഡോക്കർ ഇമേജസിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുള്ളി ചെയ്തെടുത്ത ഇമേജസ് ഇവിടെ കാണാം, കണ്ടോ 2 ഇമേജ് ഉണ്ട്. പക്ഷേ ഇത് എന്താണ്, സ്റ്റിൽ ഇമേജ് മാത്രമാണ്, ഡോക്കർ കണ്ടെയ്നർ അല്ല. ഓക്കെ, ഡോക്കർ PS അടിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാൻ പറ്റുക, റണ്ണിങ് കണ്ടെയ്നേഴ്സ് കാണാം അല്ലേ, പക്ഷേ സ്റ്റിൽ എന്തില്ല, കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഡോക്കർ ഇനി നിങ്ങൾക്ക് ഈ ഡോക്കർ ഇമേജ് PS കമാൻഡിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡോക്കർ നിന്ന് നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡോക്കറിൻ്റെ CLI ഇവിടെ വരും. അപ്പോൾ PS കമാൻഡ് എന്തിനാണ്, ലിസ്റ്റ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഡോക്കർ PS അടിച്ചു, കണ്ടെയ്നേഴ്സ് ലിസ്റ്റ് ചെയ്ത് നോക്കി, സ്റ്റിൽ കണ്ടെയ്നേഴ്സ് നമുക്കില്ല. നമ്മളുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഡോക്കർ ഇമേജസ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇമേജ് ഞാൻ എപ്പോഴാണോ റൺ ചെയ്യുന്നത് അപ്പോഴാണ് ഇത് എന്താവുന്നത്, കണ്ടെയ്നറായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്, ഡോക്കർ റൺ. ഓക്കെ, ഡോക്കർ റണ്ണ് കൊടുത്തു. ഞാൻ എന്താ റൺ ചെയ്യുന്നത്, എൻജിനിക്സ് ആണ് എനിക്ക് റൺ ചെയ്യുന്നത്. എൻജിനിക്സിൻ്റെ 2 ടാഗ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലേറ്റസ്റ്റ് ആണ് എനിക്ക് റൺ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഇങ്ങനെ കൊടുത്തു, ഡോക്കർ റൺ എൻജിനിക്സ് ലേറ്റസ്റ്റ്. ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ എന്ത് സംഭവിച്ചു, ആ എൻജിനിക്സ് റണ്ണായി. ഓക്കെ, പക്ഷേ റണ്ണായെങ്കിലും കണ്ടോ ഞാനിപ്പോഴും ആ ഒരു കൺസോളിൽ തന്നെയാണ്, എനിക്ക് ഇവിടുന്ന് എന്താണ്, ഞാൻ എക്സിറ്റ് ആയി പോയിട്ടില്ല. കണ്ടോ ഞാൻ എന്താണ്, ആ റൺ ചെയ്തതിൻ്റെ അകത്ത് തന്നെയാണ്. എനിക്കിവിടെ പുതിയതായിട്ട് കമാൻഡുകളൊന്നും ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ആവുന്നുള്ളൂ, എക്സിക്യൂഷൻ ഒന്നും നടക്കില്ല. ഞാൻ എന്താണ് ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ് ഞാനിപ്പോൾ സ്റ്റിൽ, അല്ലാണ്ട് ആ ഒരു കൺസോളിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ സെർവറിൻ്റെ IP ഞാനൊന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ സെർവർ ഇതാണ്. സെർവറിൻ്റെ IP ഞാൻ നമ്മുടെ ബ്രൗസറിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിപ്പോൾ കിട്ടണം, നമ്മുടെ വെബ് സെർവർ കിട്ടണം അല്ലേ. ഇപ്പോൾ വെബ് സെർവർ കിട്ടുമോ, ഇല്ല. കാരണം എന്താ, നമ്മുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നമ്മൾ അവൈലബിൾ. ഓക്കെ 80 പോർട്ട് ഓൺ ആണ്, ബട്ട് ഇത് HTTPS റീഡയറക്റ്റ് ആയിട്ടുണ്ട്. HTTPയിൽ നമുക്ക് ജസ്റ്റ് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, അതായത് നമ്മൾ പോർട്ട് കാര്യങ്ങളൊന്നും മാപ്പിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും നമ്മളുടെ വെബ് സെർവർ നമുക്ക് ബ്രൗസറിൽ അവൈലബിൾ അല്ല. നോർമലി നമ്മൾ നമ്മുടെ സെർവറിൽ എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എൻജിനിക്സിൻ്റെ ഒരു ഡിഫോൾട്ട് പേജ് കിട്ടൂലേ. പക്ഷേ ഇവിടെ ഉള്ളൊരു ഇഷ്യൂ എന്താണ്, ഞാൻ Ctrl+C അടിച്ച് ഈ കൺസോളിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് എന്താവും, ഓട്ടോമാറ്റിക് എക്സിറ്റ് ആയി. ഞാനിവിടെ ഡോക്കർ PS നോക്കിക്കഴിഞ്ഞാൽ ഡോക്കർ PSൽ എന്ത് കാണണം, ആ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്ത് കാണിക്കണം അല്ലേ. പക്ഷേ ആ കണ്ടെയ്നർ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതെന്താണ്, അത് ഞാനിവിടെ Ctrl+C അടിച്ചപ്പോൾ എക്സിറ്റ് ആയി പോയി. ഓക്കെ, ഇനി അതെനിക്ക് എവിടെ കാണാൻ കഴിയും, അങ്ങനെ സ്റ്റിൽ ലൈവായിട്ട് ഒരു കണ്ടെയ്നർ നമുക്ക് റണ്ണിങ് ആണെന്നുണ്ടെങ്കിലാണ് ഡോക്കർ PSൽ കാണാൻ കഴിയുക. ഇനി ഏതെങ്കിലും കണ്ടെയ്നർ എന്തായി എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കത് എവിടെ കാണാൻ പറ്റും, ഡോക്കർ PS ഒരു സ്പേസ് ഇടുക -A. കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. കണ്ടോ നമ്മുടെ എൻജിനിക്സ് ലേറ്റസ്റ്റ് എന്ന് പറയുന്ന കണ്ടെയ്നർ എന്തായിട്ടുണ്ട്, ക്രിയേറ്റഡ് 2 minutes ago ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, എക്സിറ്റഡ് 40 seconds ago, 40 സെക്കൻഡ് മുന്നേ എന്താ അത് എക്സിറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അവൈലബിൾ അല്ല, അത് എക്സിറ്റ് ആയി പോയി. അപ്പോൾ ഇങ്ങനെ ഇത്തരം എക്സിറ്റ് ആയി പോകുന്ന കണ്ടെയ്നർ നമുക്ക് റിമൂവ് ചെയ്യണം. അതിങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് സ്റ്റോറേജ് മെമ്മറിയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കുറച്ച് എന്ത് ചെയ്യും, അലൊക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണേ, ഡോക്കർ RM എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എന്ത് കൊടുക്കണം, നമ്മുടെ എൻജിനിക്സ് ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കണ്ടെയ്നർ ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാൻ പറയും. നോ സച്ച് കണ്ടെയ്നർ. ഓക്കെ, സോറി, എൻജിനിക്സ് ലേറ്റസ്റ്റ് എന്ന് കൊടുക്കണ്ട. കണ്ടെയ്നറിൻ്റെ ID ഉണ്ടല്ലോ, ഈ കണ്ടെയ്നറിൻ്റെ ID ഞാൻ കോപ്പി ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡോക്കർ RM, ആ ഡോക്കർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. RM മീൻസ് ആ ഡോക്കർ ഞാൻ റിമൂവ് ചെയ്തു. അത് എക്സിറ്റ് ആയി പോയതാണ്. അതിന് ചുമ്മാ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഉപകാരമില്ല, അത് ഓൾറെഡി എക്സിറ്റ് ആയി പോയി. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഡോക്കർ PSൻ്റെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡോക്കർ PS-A അടിച്ചു കഴിഞ്ഞാൽ കാണുമോ, ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കമാൻഡുകൾ പഠിച്ച്, ഡോക്കർ ഇമേജസ്,
ഡോക്കർ പി എസ് -a അതുപോലെ ഡോക്കർ RM. ഇപ്പോൾ കുറച്ച് കമാൻഡുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ നമ്മൾക്ക് നേരത്തെ പറ്റിയ ഇഷ്യൂ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താ ചെയ്തത്, ഡോക്കർ റൺ എൻജിനിക്സ് എന്ന് കൊടുത്തില്ലേ, എൻജിനിക്സ് ലേറ്റസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഞാൻ റൺ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഞാൻ ആ ഒരു കൺസോളിൽ തന്നെ ആയിരുന്നു, അവിടുന്ന് ഞാൻ ജസ്റ്റ് Ctrl+C അടിച്ചപ്പോൾ അത് എക്സിറ്റ് ആയിപ്പോയി. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണം, എൻജിനിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാന്നുണ്ടെങ്കിൽ ഡിറ്റാച്ച്ഡ് മോഡായിട്ട് എന്ത് ചെയ്യണം, റൺ ചെയ്യണം. അങ്ങനെ ഡിറ്റാച്ച്ഡ് മോഡായി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, -d കൊടുക്കണം. അതായത് ഞാൻ ഈ കമാൻഡ് ലൈനിൽ CLI ഞാൻ എന്ത് പറയണം, എനിക്ക് എൻജിനിക്സ് റൺ ചെയ്യണം, ബട്ട് അത് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കൊണ്ടേ ഇരിക്കണം. അതായത് ഞാൻ Ctrl+C അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ എക്സിറ്റ് ആയി പോകാൻ പാടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ID ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി, നമ്മൾ നേരത്തെ പോലെ ഒരു ഇൻ്റർഫേസിലല്ല, ആ ഒരു കൺസോളിൽ നമ്മൾ ജസ്റ്റ് ലൂപ്പിൽ കുടുങ്ങി പോയിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഡോക്കർ PS ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഡോക്കർ PSൽ ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ. 12 seconds ago എന്താണ്, ഇത് കണ്ടെയ്നർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സ്റ്റാറ്റസ് എന്താണ്, അപ്പ് 12 seconds, അതായത് സ്റ്റിൽ അതെന്താണ്, അപ്പാണ്, എക്സിറ്റ് ആയി പോയിട്ടില്ല അല്ലേ. നമ്മൾ എന്താണ്, നമ്മുടെ യൂസറിൻ്റെ കൺസോളിലുമാണ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. Ctrl+C അടിച്ചാലൊന്നും നമുക്ക് വേറെ എക്സിറ്റ് ആയി പോകുക അങ്ങനെ ഒന്നുമില്ല. കാരണം എന്താണ്, ഇപ്പോൾ എൻജിനിക്സ് റൺ ആവുന്നത് ഡിറ്റാച്ച് മോഡിലാണ്. അതാണ് നമ്മളിവിടെ ഈ ഒരു ഫ്ലാഗ് കൊടുത്തത്, -d എന്ന് പറയുന്ന ഫ്ലാഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടേണ്ടതാണല്ലേ. ബട്ട് സ്റ്റിൽ അത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇപ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നില്ല, നമ്മുടെ വെബ് സെർവർ നമ്മൾക്ക് അല്ലാണ്ട് നമ്മുടെ എൻജിനിക്സ് നമ്മൾക്ക് നമ്മുടെ ബ്രൗസറിൽ ആക്സസിബിൾ അല്ല. അതെന്തുകൊണ്ടാണ്, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ഇത് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ അല്ലേ, അതായത് എൻ്റെ ലാപ്ടോപ്പ്, അല്ലാണ്ട് നമ്മളുടെ AWSൽ നിന്നും ക്ലൗഡിൽ നിന്നും എടുത്ത നമ്മുടെ EC2 മെഷീൻ, അതാണ് നമ്മളുടെ എന്ത്, ഹോസ്റ്റ് മെഷീൻ. ഓക്കെ, ഇതിൻ്റെ അകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളുടെ ഒരു ഡോക്കർ കണ്ടെയ്നറിനെ ഞാൻ കൊണ്ടുവന്നു. ഓക്കെ, എൻജിനിക്സിൻ്റെ ഒരു കണ്ടെയ്നർ ഞാൻ കൊണ്ടുവന്നു, അതാണ് ഇത്, റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഇമേജ് ഞാൻ റൺ ചെയ്തിട്ട് ഒരു കണ്ടെയ്നറായി അല്ലേ. ഇതിന് എനിക്ക് ബ്രൗസറിൽ ആക്സസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്, ഞാൻ ബ്രൗസറിൽ ആക്സസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോർട്ടാണ് എന്ത്, 80 ഉണ്ടായിരിക്കുക അല്ലേ. അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്റ്റ് മെഷീൻ്റെ പോർട്ടുമായിട്ട് ഞാൻ കണക്ട് ചെയ്യണം, എന്നാലേ എന്ത് വരുള്ളൂ, ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇതുവഴി ഇങ്ങനെ നമ്മളുടെ കണ്ടെയ്നറിലോട്ട് ആക്സസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ഹോസ്റ്റ് മെഷീനും നമ്മുടെ ഗസ്റ്റ് മെഷീൻ, ഓക്കെ, പുള്ളിക്കാരൻ എന്താണ്, ഒരു ഗസ്റ്റ് അല്ലേ, പുതിയൊരു അതിഥിയാണല്ലേ. അപ്പോൾ ഗസ്റ്റ് മെഷീനും അല്ലാണ്ട് നമ്മുടെ ഡോക്കർ കണ്ടെയ്നറും ഹോസ്റ്റ് മെഷീനും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണം, പോർട്ടുകൾ തമ്മിൽ മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു 80 കൊടുത്തു, ഇവിടെ 80 കൊടുത്തു. ഓക്കെ, ഇത് തമ്മിൽ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ബ്രൗസറിൽ നിന്ന് ആക്സസ് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് വഴി ഇൻ്റർനെറ്റ് ഇതിലൂടെ ആക്സസിബിൾ ആയിരിക്കും നമ്മുടെ കണ്ടെയ്നറിൻ്റെ അകത്തോട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു മാപ്പിംഗ് ആണ് നമ്മളിനി നടത്താൻ പോകുന്നത്. അപ്പോൾ മാപ്പിങ്ങിന് ഞാൻ എന്താ കൊടുക്കുന്നത്, ഞാൻ ചെറിയ പണിയുള്ളൂ. ഡോക്കർ PSൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടെയ്നർ ഇവിടെ റണ്ണിങ് ആണ് അല്ലേ, അപ്പാണ്. ഞാൻ എന്ത് ചെയ്യണേ, ഈ കണ്ടെയ്നർ ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഡോക്കർ സ്റ്റോപ്പ് എന്ത് കൊടുക്കാം, കണ്ടെയ്നറിൻ്റെ ഈ ഒരു ID കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡോക്കർ PSൽ കാണുമോ, ഇല്ല, കാണത്തില്ല. അത് എവിടെ കാണത്തുള്ളൂ, അത് ഡോക്കർ PS-AL കണ്ടോ, എക്സിറ്റഡ് 8 seconds ago, അത് എക്സിറ്റ് ആയിപ്പോയി. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അവിടെ നിന്ന് എടുത്ത് കളയാം. ഡോക്കർ RM ഞാനൊരു ID കൊടുത്തു, അതെടുത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ അത് ഡോക്കർ PSലും ഉണ്ടാവത്തില്ല, അതായത് ലൈവായിട്ട് ആ കണ്ടെയ്നർ ഇല്ല. ഈ ഡോക്കർ PS-AL പോയി കഴിഞ്ഞാലും ഇല്ല. നമ്മൾ എൻ്റർലി അതെന്ത് ചെയ്തു, കണ്ടെയ്നർ എടുത്ത് കളഞ്ഞു, ബട്ട് അതിൻ്റെ ഇമേജ് സ്റ്റിൽ ഉണ്ട്. ഡോക്കർ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ ഇമേജ് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യണം, പോർട്ടുമായിട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഞാൻ എന്ത് ചെയ്യണേ, നമ്മുടെ CLIയിൽ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഡോക്കർ റൺ നമുക്ക് ഡിറ്റാച്ച്ഡ് മോഡിലായിരിക്കണം അല്ലേ, ഡിറ്റാച്ച്ഡ് മോഡിലായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തായിരിക്കണം, നമ്മളുടെ പോർട്ട് എന്ത് ചെയ്യണം, മാപ്പ് ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ -p കൊടുത്ത് പോർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഫ്ലാഗാണ് -p. ഓക്കെ,
ഞാൻ ഇനി കൊടുക്കുന്ന ഫസ്റ്റ് പോർട്ട് എന്താണ്? നമ്മുടെ ഹോസ്റ്റ് മെഷീൻ്റെ അല്ലാണ്ടെങ്കിൽ നമ്മുടെ സെർവറിൻ്റെ നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൻ്റെ എന്താണ് പോർട്ടാണ്. ഞാൻ ജസ്റ്റ് 80 എന്ന് കൊടുത്ത്, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ 80 കൊടുത്ത്. ഓക്കെ, കോളൻ ഇട്ടു. അത് ഞാൻ മാപ്പ് ചെയ്യാണ്, അല്ലാണ്ടെങ്കിൽ ബൈൻഡിങ് ചെയ്യാണ്. ആരുമായിട്ട്? നമ്മുടെ ഡോക്കറിലെ 80യുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് വരുന്ന പോർട്ട് നമ്മുടെ ഹോസ്റ്റ് മെഷീൻ്റെ പോർട്ടാണ്. രണ്ടാമത് വരുന്നത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ പോർട്ടാണ്. ഓക്കെ, അത്രയും കൊടുത്തു. എൻജിനിക്സ് ലേറ്റസ്റ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കമാൻഡ് ലൈനിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അല്ലേ? ഞാനിത് റൺ ചെയ്തു. ഓക്കെ, ഡോക്കറിൽ വന്നു കഴിഞ്ഞാൽ ഡോക്കർ PS എന്ത് കാണാം? നമ്മുടെ കണ്ടെയ്നർ റണ്ണിങ് ആണ്. കണ്ടെയ്നറിന് എന്തുണ്ട്? ഒരു ID ഉണ്ടായിരിക്കും. ഇമേജിൻ്റെ പേര് ഇവിടെ ഉണ്ട്. കമാൻഡ് ഡോക്കർ എൻട്രി പോയിന്റ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റഡ് 4 seconds ago. സ്റ്റാറ്റസ് 3 സെക്കൻഡായിട്ട് അപ്പാണ്. അതിൻ്റെ പോർട്ട് കണ്ടോ? ഇവിടെ ബൈൻഡ് ചെയ്ത് കണ്ടോ? 82. അതായത് 0.0.0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ടർ വേൾഡിനാണ്, അല്ലാണ്ട് പബ്ലിക് ഇൻ്റർനെറ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് 80 നമ്മളുടെ ഈ 80 ജസ്റ്റ് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തും കാണാം? ഒരു ഒപ്റ്റിമിസ്റ്റിക് സിൻഡർ എന്ന് പറഞ്ഞൊരു പേരുണ്ട്. അത് റാൻഡം ആയിട്ട് ഡോക്കർ നമുക്ക് തരുന്ന ഒരു പേരാണ്. ഓക്കെ, ഒപ്റ്റിമിസ്റ്റിക് സിൻഡർ. അത് പല ടൈമിലും പല പേരായിരിക്കും. അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും കൊടുക്കുന്നതോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പോൾ അതിലോട്ട് ഞാൻ വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മളുടെ ഡോക്കർ എന്താണ്? റണ്ണിങ് ആണ് അല്ലേ? കണ്ടെയ്നർ റണ്ണിങ് ആണ്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ ബ്രൗസറിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ? അത് നേരത്തെ അത് റീഫ്രഷ് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. ഇപ്പോൾ വെൽക്കം ടു എൻജിനിക്സ് കണ്ടോ? എൻജിനിക്സിൻ്റെ ഡിഫോൾട്ട് പേജ് നമുക്ക് എന്ത് കിട്ടി? ആക്സസിബിൾ ആണ്. ഇപ്പോൾ ഈ എൻജിനിക്സ് നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തത്? ഡയറക്റ്റ് നമ്മുടെ സെർവറിലല്ല, നമ്മൾ ഡോക്കർ ഹബിൽ നിന്നും ഓൾറെഡി അവിടെ ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എൻജിനിക്സിൻ്റെ ഇമേജ് ഞാൻ സെർവറിലോട്ട് പുൾ ചെയ്ത് കൊണ്ടുവന്നു. ഡോക്കർ റണ്ണ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് റൺ ചെയ്തു അല്ലേ? അപ്പോൾ ഡോക്കർ റണ്ണ് നമ്മൾ കമാൻഡ് ശ്രദ്ധിക്കണം. ഡിറ്റാച്ച് മോഡിൽ വേണമെന്ന് പറഞ്ഞ് പോർട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ബൈൻഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമ്മുടെ ബ്രൗസറിൽ ആക്സസിബിളായി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട ഈ ഒപ്റ്റിമിറ്റിക്സ് സിൻഡർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാൻഡം പേരാണ്. അത് പല ടൈമിലും നമ്മൾക്ക് ഡോക്കർ എന്താണ് ഫ്രീ ആയിട്ട് ദാനമായിട്ട് തരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇവിടെ കണ്ടോ? ഇവിടെ നമ്മൾ റൺ ചെയ്തപ്പോൾ എന്താ വന്നത്? റൊമാൻറ്റിക് നേപ്പിയർ. അതായത് വെറുതെ നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ളൊരു കാര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ കണ്ടെയ്നറിന് ഒരു ID ഉണ്ടായിരിക്കും. ഇതുപോലെ ഒരു റാൻഡം ആയിട്ടുള്ളൊരു പേരുണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കണ്ടെയ്നറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ഈ ഡോക്കർ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ഡോക്കർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടെയ്നർ ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ കണ്ടെയ്നർ സ്റ്റോപ്പായി. ഇത് കിട്ടുമോ? ഇല്ല. ഇത് മേ ബി ഇപ്പോൾ ടൈം ഔട്ട് അടിക്കും. കണ്ടോ? ടൈം ഔട്ടായി പോയി. ഓക്കെ, സ്റ്റോപ്പ് ചെയ്ത ആ കണ്ടെയ്നർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ചെയ്തു. ഓക്കെ, സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ നമ്മൾ ആ ഡോക്കർ എൻജിനിക്സ് കണ്ടെയ്നർ റൺ ചെയ്യാൻ ഉപയോഗിച്ച സെയിം കമാൻഡ്. ഓക്കെ, നേരത്തെ പോലെ ഒപ്റ്റിമിറ്റിക് സിൻഡർ എന്ന് പറയുന്ന ഒരു റാൻഡം പേരുണ്ടല്ല, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെതായ ഒരു പേര് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? നെയിം ഫ്ലാഗ് ഉണ്ട്. -- നെയിം. ഓക്കെ, എന്നിട്ടൊരു സ്പേസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ എന്താ കൊടുക്കുന്നത്? മൈ എൻജിനിക്സ് എന്ന് കൊടുക്കുന്നുണ്ട്. മൈ എൻജിനിക്സ് എന്ന് കൊടുത്ത് ഞാൻ എൻ്റർ അടിച്ചു. ഓക്കെ, ഡോക്കർ PS വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് ചെറുതാക്കിയതാണ്. കണ്ടോ? കണ്ടെയ്നർ ID കാണാം, എൻജിനിക്സ് കമാൻഡ് കാണാം, ക്രിയേറ്റഡ്, സ്റ്റാറ്റസ്, പോർട്ട് മാപ്പ് ചെയ്തതൊക്കെ ഇവിടെ പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. കണ്ടോ? നെയിം എന്താണ്? ഇപ്പോൾ മൈ എൻജിനിക്സ്. കണ്ടോ? നേരത്തെ ഡോക്കർ നമുക്ക് തന്നിരുന്ന ആ ഒരു റാൻഡം നെയിമിന് പകരം ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നെയിം ഫ്ലാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിൽ നമ്മളുടെ ഇത് റണ്ണിങ് ആയിരിക്കണം. കണ്ടോ? റണ്ണിങ് ആയി. കാരണം കണ്ടെയ്നർ എന്തായി? ഇവിടെ അപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അത് റണ്ണിങ് ആയി.